എന്നാ ഞാൻ യൂട്യൂബിലുള്ള സമയം വേണ്ടടാ ചെയ്യാൻ. സമയമൊക്കെ ഉണ്ടാവൂടാ. നീ അതിനെ അഭിനയിക്കുന്ന എന്തുവാ? എന്റെ ബഡ്ജെ മനസ്സിൽ വിചാരിക്കും. നീ അവൻ തുടങ്ങി കഴിഞ്ഞാൽ സെറ്റ് ആയിരിക്കും. ഏടാ ഹേമന്ത് തുടങ്ങട്ടെ. നീ തുടങ്ങി, ഞാൻ പോട്ടുണ്ടോ? അതിനെ അഭിനയിക്കുന്ന എന്തുവാ? വീഡിയോ അഭിനയിക്കുന്നത് ആവശ്യത്തിണ്ട്. മോഹൻലാൽ ക്യാമറ കൊണ്ട് ഓട്ടോമാറ്റിക്കലി അഭിനയിക്കുന്നത്. അതെ, എന്താന്ന് പറഞ്ഞൊരു സാധനം തിന്ന് നോക്കാം. ഇനിയാണ് പ്ലാൻ. വേവാത്തപ്പം. ഇത് ഞങ്ങളുടെ വേവാത്തപ്പം എന്ന് പറയും. വേവാത്തപ്പല്ല, അത് വേഫറാണ്. ഞങ്ങൾ വേവാത്തപ്പം എന്ന് പറയും. റീഫണ്ട് കിട്ടുന്നോ? വെന്തിട്ടില്ല സാധനം. വേവിച്ചൊരെണ്ണം എടുക്കാൻ പറയും. ഇത് തിന്നിട്ട് അഭിപ്രായം പറയണോ കേട്ടോ? സത്യസന്ധമായ ഇതൊരു പെയ്ഡ് പ്രമോഷൻ. അവന് ഇപ്പൊ തന്നെ കട്ട് ചെയ്ത് കളഞ്ഞറാ. അത് ഹേമന്തിന് മാറ്റി പോയിഞ്ഞെടുക്കണം. മണ്ടനാണ് നീ. മണ്ടനെ ആര് കാശ് നീ അയച്ചു കൊടുക്കും. ആ പരിപാടി ഞാൻ നിർത്തി. നിന്റെ ഒക്കെ ഓൾറെഡി ബുക്കിടല്ല. ഹേമന്ത് നീ പറക്കി തിന്നല്ലോ. പൈസ കൊടുത്തിട്ട് തിന്നാ മതി. പൈസ ഒക്കെ പോടാ. പൈസ പോയില്ലെന്നല്ലേ, എനിക്ക് കിട്ടില്ലല്ലേ. അങ്ങനെ തിന്നെ ടേസ്റ്റ് ചെയ്യടാ ഹേമന്ത്. ഞാൻ നല്ല കട അടിക്കുക. അങ്ങനെ നടക്ക ടേസ്റ്റ് ചെയ്തിട്ട് വീണ്ടും മേടിക്കുന്നില്ലേ പറഞ്ഞത്? കൊള്ളാവോ? ഇനി തിന്നാനൊന്നും അല്ല പേടി. വെള്ളക്ക് എടാ ഇങ്ങനെ അടിക്കരുത്. എടാ അത് ക്രൂരമായ കടിയത്. കൊള്ളാം കൊള്ളാം. ഞാൻ പൊട്ടിക്കല ഒരു പൂക്കോ കൊള്ളാം. നാട്ടിലെത്ര മുളക്കില്ല. നാട്ടിൽ അതിന് തിന്നണ്ട. ഒരു പൊട്ടോ കാറ്റല് പോയത്. അതിനകത്ത് ഒരെണ്ണം മേടിച്ചിട്ട് മൂന്നായിട്ട് കട്ട് ചെയ്യാനത്. അല്ല ഈ പൊട്ടാൻ നമുക്ക് തുല്യതയാണ് നമുക്ക് വേണ്ടത്. നാളെ ലൈൻ അതാണ്. അവൻ പറഞ്ഞ ഇത് ഇതാണ് ഷില്ലോങ്. ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് വരുന്നതാണ്. ആദ്യമായിട്ട് ഇപ്പൊ വീഡിയോ എടുക്കാറ്. നാട്ടില്ലാത്തല്ലേ? അതെ, നാട്ടിൽ കാണാത്ത സാധനങ്ങളാണിത്. ഇവിടൊക്കെ സ്വർണ്ണം വെളി വെച്ചാണ് വിൽക്കണത്. അത്രയല്ല ഇവിടെ സ്വർണ്ണത്തിന്. അതെ, എന്താണെന്നറിയോ? വെള്ളം വീണാൽ അതിന്റെ കളർ പോവില്ല. അത് കൊള്ളാം. 916 അല്ല, ചൗമി. ചൗമി നമ്മള് നാട്ടിലെ ഇതാന്ന് വിചാരിക്കും. നൂഡിൽസ് പക്ഷേ ചൗമിയാണ്, വേറെ സാധനമാണ്. ഇത് നമ്മൾ എന്നും തിന്നുന്നതാണ്, അതുകൊണ്ട് തിന്നുന്നില്ല. ഇതാണ് പോലീസ് ബസാർ. KFC ഇല്ല, കേക്ക് തിന്നാൻ പോകുന്നു. നന്നോ നല്ലതാണോ? തിന്നേടാ. രണ്ടെണ്ണം മേടിച്ചാൽ മതി. കട്ടടിക്കാം. എന്റെ മോളില് KFC ഉണ്ട് കേട്ടോ. KFC ഇരിക്കാൻ പോകാനോട് എങ്ങനെയാണ്? അതെ, അടച്ചു വാങ്ങലടാ. നീ കഴിച്ചിട്ടുണ്ടോ? ഞാൻ കഴിച്ചിട്ടില്ല. അതെ, മൂത്തോട് ചൊല്ലും മുതുനെല്ലിക്ക. അതെ, നിനക്ക് നല്ല പ്രായം ഉണ്ടായോണ്ട് എന്നാലും ഞാൻ ബഹുമാനിയതില്ല കേട്ടോ എന്റെ വാക്കുകൾ. ഈ കോട്ടച്ചോറ് ഞാൻ അവിടെ വെച്ചിട്ട് മറന്നു വെച്ച് പോണം. അതെ, വീഡിയോ ഇതിന് അപ്പൊ എങ്ങനെയുണ്ട്? ഷുഗറൊക്കെ ഇല്ലയോ? രസമുണ്ട്. സാധാരണ
കൊമ്പുണ്ട് സാധാരണ കേക്ക് പോലും സാധാരണ കേക്കിന് കൊമ്പുണ്ടോ കുട്ട ഇതിന് അടിയത്തെ കേക്ക് വാങ്ങിക്കൊടുക്കാത്ത അടിയത്തെ കേക്ക് കഴിക്കില്ല. പ്രായമായില്ലയോ? ഷുഗറിന് അസുഖമൊക്കെ ഇല്ലയോ? ഇല്ല. BP ഒക്കെ ഇല്ലയോ? ചെക്ക് ചെയ്തില്ലയോ? നാളെ ബ്ലഡ് അല്ലടാ അന്ന് രാത്രി നമുക്ക് ശരിയാവും. അങ്ങനെ ഇത് പ്രതിജ്ഞ എടുക്കുന്ന ആരോണ്ട് പറഞ്ഞായിരുന്നു. ആ പ്രതിജ്ഞ ഷുഗർ കട്ട് ഇത് ഒരാഴ്ച തീർന്നാലും, അതായത് ഒരാഴ്ച വർക്കൗട്ട് ചെയ്താലും തീരാത്തത്ര കാലറി ഉണ്ടത്. അത് സാറിന് എന്തോ ഇത് കൈയല്ലേ കുഴക്കട്ടെ. ഇത് കൊള്ളത്തില്ലായിരുന്നു കേട്ടോ. ഇത് കൊള്ളത്തില്ലായിരുന്നു, ഒട്ടും കൊള്ളത്തില്ല. എനിക്ക് അത് വൈകിട്ട് കളയാം. കഴിച്ചോ? എന്താന്നറിയോ, തേന് കൊള്ളൂല. ഷില്ലോങ് പോലീസ് ബസാർ. എവിടെ പോന്ന്? നല്ല ഹ്യൂജ് റഷാണ് ഗൈസ്. മറ്റേ സ്പീക്കർ മേടിക്കാം, മറ്റേ ഇത് മേടിക്കാം. ഇന്നലെ ഇത് കുറവാ, കാരണം ഇവിടെ നല്ല മഴ കഴിഞ്ഞുള്ളൂ. അവിടെ ഇങ്ങോട്ട് പോകുന്നത് ഞാൻ ഇപ്പൊ സാധനം എടുക്കണം പറഞ്ഞാൽ ഇങ്ങനെ പോവാ. അവിടെ ആരെ സാധനം പിടിക്കാൻ പോവാണ്? അങ്ങനെ പറയുന്നു. ആരെ സാധനം എടുക്കാൻ പോവാണ്? ഇവിടെ കപ്പടയൊക്കെ തുണിയൊക്കെ കൊടുക്കണണ്ട. ഇങ്ങനെയാണ് തുണിയൊക്കെ വിൽക്കണത് ഇവിടെ. നല്ല തിരക്കുണ്ട് ഇന്ന്, നല്ല തിരക്കുണ്ട്. ചെരുപ്പ് എല്ലാ സാധനങ്ങളും ഉണ്ട്. ഇതാണ് V3. V3 ഡ്രസ്സ് നോക്കാൻ വേണ്ടി വന്നേ. ഇവര് ഏത് പാട്ടാണ് ഇട്ടേക്കുന്ന വീഡിയോയില്ല. ബഡ്ജറ്റ് എത്ര? ബഡ്ജറ്റോ 100 രൂപയ്ക്കാണ് ഇത് മേടിച്ചത്. എനിക്ക് 100 രൂപ സാധനം മതി. 100 രൂപ സാധനം ക്വാളിറ്റി സാധനം. ക്വാളിറ്റി ഒന്നും ഞാൻ നാട്ടിൽ പോയിട്ടാണ്. ക്വാളിറ്റിയിൽ നാട്ടിൽ പോയി കിട്ടും കേട്ടോ. 300 രൂപ നഷ്ടാട്ടോ കൊണ്ടോ. പിന്നെന്താ നല്ലാന്ന് പറയണ? 300 നല്ല പൊട്ടോ. ഞാൻ നേരെ എടുക്കുന്ന കൊടുത്തോ. നമുക്ക് ട്രൗസർ ഇടണ്ട. എന്താ യൂട്യൂബ് ചാനൽ നിന്റെ മറ്റേ ഗ്രൂപ്പില്ലേ, ഏത് നമ്മുടെ ഗ്രൂപ്പില്ലേ, അതിലൊക്കെ ഇട്ടിട്ട് എല്ലാരും ഹോസ്റ്റ് ചെയ്ത് വിടും നമ്മളെ. അത് അവരാധിക്കും, അതെനിക്കറിയാം. അപ്പൊ അത് താഴെ കേൾപ്പുണ്ടെങ്കിൽ പ്രശ്നമില്ല. എടാ ഇതിനേക്കാളും വലിയ അപരാധങ്ങൾ കേട്ടിട്ടുണ്ട് RTCയിൽ. അതായിരിക്കുന്നില്ല, ഇതൊക്കെ വളഞ്ഞിട്ട് ആക്രമിക്കും നമ്മളെ. അതൊക്കെ താഴെ കേൾപ്പുണ്ടോന്ന് ഞാൻ ചോദിക്കുന്നത്. ഡു യു ഹാവ് ദാറ്റ് ഗട്ട്സ്? എടാ ഞാൻ കൊല്ലംകാരനാണ്, നാണമില്ല. കൊല്ലംകാര് നാളുള്ളവരൊക്കെ ഉണ്ട്. ആര്? സാരംഗ് ഒരു എക്സെപ്ഷണൽ കൊല്ലാട്ടോ. ഇനി ഞങ്ങൾ ചിക്കൻ കറി ഉണ്ടാക്കാൻ പോകുന്നത്. അതെ, സമയം ചിക്കൻ പിടിക്കത്തില്ലെന്ന് പറഞ്ഞിട്ട് ഞാൻ ചിക്കൻ കഴിയുന്നത്. ഇതാണ് നമ്മളെ ആശാൻ സനോജണ്ണൻ. കൊച്ചി ഇറക്കൻ്റെ വിട്ടിരിക്കുന്നല്ലോ, കൊച്ചു പയ്യൻ. ഫുഡൊക്കെ എടുത്തിട്ടുണ്ടോന്നല്ല. ഒന്ന് അണ്ണന്റെ ഒരു പാത്രം എടുത്ത് ഞാൻ, പിന്നെ ഇവന്റെ പാത്രം ഫ്രീ. ഫുഡ് എടുത്ത്, ചോറെടുത്ത് അണ്ണന്റെ എടുത്ത്, എന്റെയും അണ്ണന്റെയും ഹേമന്തിന്റെയും പാത്രത്തിൽ എടുത്തു. ഇത് കമത്തി അങ്ങോട്ട് വെക്കും. അയ്യോ എന്താ എന്തോ ഞങ്ങള് ചിക്കൻ കറി ഉണ്ടാക്കട്ടെ. ചിക്കൻ കറി എന്ത് ക്ലാരിറ്റി ഇല്ലേ ചേട്ടാ? അതിങ്ങോട്ട് പിടിച്ചാ അതാ പറഞ്ഞത്. അവിടെ നേരെ വൈകില്ല ചേട്ടാ. ഹരിയേട്ട ഇപ്പൊ തന്നെ കൂകി വിളിക്കാൻ തുടങ്ങി അവിടെ. ഇപ്പൊ നീ പറയണതല്ല ആള് മനസ്സിലായോ? എടാ മതിയടാ, അതൊക്കെ കുഴപ്പമില്ലടാ. ഇവ ഇതിനെ ഈ ചിക്കനെ മേക്കപ്പ് ഇട്ടിട്ട് സുന്ദരനാക്കും. ലിപ്സ്റ്റിക് ഒക്കെ ഇട്ടിട്ട്. ഫസ്റ്റ് ടൈമാണ് ഞാൻ ചിക്കൻ കഴിക്കണേ. എന്റെ വീട്ടിൽ പോലും ഞാൻ കഴിക്കിട്ടില്ല, അറിയോ? RTC കഴിക്കിട്ടില്ല ട്രെയിനിങ് സമയത്ത്. ഞാൻ ബ്രാഹ്മണാന്ന് പറയാ. സത്യം ഞാൻ കഴിക്കിട്ടില്ല. മീൻ പോലും ഞാൻ കഴിക്കില്ല. ഞാൻ കഴിക്കാൻ അപ്പൊ തന്നെ പോയിട്ട് കുളിക്കും. അഴുക്ക മറ്റേ അഴുക്കല്ല, മറ്റേ സാധനത്തിന് വരുന്നത് ICD അല്ല, ബോംബ്. അയാളാ കുഴിബോംബ്. ICD അല്ല കുട്ടി, IED ആണ്. IED മറ്റേ ബോംബല്ലേ, ഇംപ്രൊവൈസ്ഡ് എക്സ്പ്ലോസീവ് ഡിവൈസ്.
ആണോ? വയറാത്തില്ല, അത് വേറെ കാര്യം. ചുമ്മാ എടുക്കത്തേ ഉള്ളൂ. ഇത് അടുത്ത ആശാമാര്. ഇത് ആരാ? ഇതാണ് രതീശമ്മ, കണ്ണൂരത്തെ രതീശമ്മ. ചിക്കൻ മേക്കർ ചിക്കൻ ഉണ്ടാകുന്നു. ഉള്ളി വഴട്ടുന്നു. ഉള്ളി തലയിൽ കഷന്റെ ആയാലും ചെറുപ്പക്കാരൻ തന്നെ. ഇതെല്ലാം കട്ടി വെച്ചിട്ടുണ്ട്. പാവ ആ സനകണ്ണ ചിക്കൻ ഉണ്ടാക്കുന്നു. ഇവിടെ ഈ സ്വർണ്ണാപ്പികള് എത്ര 500 രൂപ മതി, കുഴപ്പമില്ല. 10-15 പറഞ്ഞത് ഇതുണ്ട്, പോയാലുണ്ട്, കുഴപ്പമില്ല. പാവ ആ സനോജണ്ണ ഒറ്റയ്ക്ക് ഇരുന്ന് ഉണ്ടാക്കുന്നു. ഒന്നുമില്ല. ചിക്കൻ കഴിക്കിയത് ഞാൻ, പച്ചക്കറി കഴിക്കിയത് ഞാൻ, അത് ഇളക്കിയത് ഞാൻ. നീ എന്താ ഇത്? ഞാനോ? അങ്ങനെ ഉണ്ടായി. ചിക്കൻ ഇങ്ങനെ ഇടാം. ഇനിയിപ്പോ ഇതിങ്ങനെ ചിക്കൻ ഉണ്ടാക്കി. അണ്ണനാണ് മെയിൻ. ചിക്കൻ എല്ലാവരും അപ്പനെ പാത്രം എടുത്തു. ചിക്കൻ പീസ് എടുക്കുകയാണെങ്കിൽ ഇടി പിടിക്കാം. എനിക്ക് ലെഗ് പീസ് ഉണ്ട്. ഇല്ല, എല്ലാവർക്കും ഓരോരോ പാത്രത്തിൽ സ്വന്തം പാത്രത്തിൽ ചിക്കൻ ഉണ്ട്. ചപ്പാത്തിയും ചിക്കൻ അരിയും കഴിയുന്ന എല്ലാവരും ഓരോരുത്തർ 8 ചപ്പാത്തി കഴിക്കാനായിട്ടിരിക്കുന്നു. 8 ചപ്പാത്തി കഴിക്കാതിരിക്കുന്നതുകൊണ്ട് ഡ്രസ്സൊക്കെ ഊരിയാണ്ട് എണ്ണ ഏകദേശമായിട്ടായിരിക്കും വരുന്നത്. കഴിച്ചു നമ്മള് ഒരു ചിക്കൻ പീസ് എടുത്ത് ഇങ്ങനെ എടുത്തിട്ട് ഇപ്പം ഞാൻ കഴിച്ചിട്ട് വരാം. കഴിച്ചു.